ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെയും കാണാം. ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം അത് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നുള്ളൂ. എന്താണ് ഈ ജെഇ എന്ന് പറഞ്ഞ സാധനം? എന്തിനാണ് ഈ ജെഇ എന്ന് പറഞ്ഞ സാധനം എഴുതേണ്ട ആവശ്യമുള്ള? ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാര്യം, ജെഇ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ കോളേജിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. IIT ബോംബെ, IIT ഡൽഹി, അതുപോലെ പല IITs കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ NIT കാലിക്കറ്റ് ഉണ്ട്, NIT ട്രിച്ചി ഉണ്ട്, അങ്ങനെ കുറേ NITകൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ് സംഭവം? ഈ IIT ആയിക്കോട്ടെ NIT ആയിക്കോട്ടെ, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കണമെങ്കിൽ, +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഒരു കോഴ്സായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജസ് ഏതാണ്? IITസും NITസും ആണ്. അങ്ങനെ എഞ്ചിനീയറിംഗ് ഏറ്റവും നല്ല സ്ഥലത്ത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റിയ കോളേജാണ് IIT NIT. ഈ IIT NITയിലേക്ക് വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് ഈ IITയിലേക്കോ NITയിലേക്കോ +2 കഴിഞ്ഞിട്ട് അഡ്മിഷൻ വേണമെന്ന് വിചാരിക്കാം. നിങ്ങൾ പോയിട്ട് അതിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ ആ IITയുടെ ഡയറക്ടർ എന്ത് ചെയ്യും? വാതിൽ തുറക്കും. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് അഡ്മിഷൻ തരുമോ സാറിന്? അപ്പോൾ ഡയറക്ടർ പറയും അഡ്മിഷൻ തരാം, ആദ്യം നീ ജെഇ എഴുതിയോന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയും എന്താണ് ജെഇ? അപ്പോൾ അയാൾ പറയും നീ ഇപ്പോൾ ജെഇ എഴുതിയിട്ടില്ല, ആ ജെഇയിൽ നിങ്ങൾക്ക് കിട്ടുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ IITയിലും NITയിലും നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങളുടെ +2 കിട്ടിയ സ്കൂളിലെ മാർക്കും അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൻ്റെ മാർക്കും ആയിട്ട് നിങ്ങൾ ഈ IITയിലേക്ക് NITയിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഈ ജെഇഇ എന്ന് പറഞ്ഞ സാധനം എഴുതിയിട്ട് വേണം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈ ജെഇ. ഫസ്റ്റ് അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക. പലർക്കും അതിൻ്റെ ഫുൾ ഫോം അറിയില്ല. ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഇതൊരു നാഷണൽ ലെവൽ എക്സാമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ കുട്ടികളോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കുട്ടികളോ മാത്രം എഴുതുന്ന പരീക്ഷയല്ല, എല്ലാവരും കൂടി കോമൺ ആയിട്ട്, ഇന്ത്യയിലെ എല്ലാ കുട്ടികളും കൂടി കോമൺ ആയിട്ട് എഴുതുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ കമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഈ പരീക്ഷയിൽ ആരുമായിട്ടാണ്? നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെടുത്തോ, നിങ്ങളുടെ പഞ്ചായത്തിലുള്ള കുട്ടികളെടുത്തോ, നമ്മുടെ സ്റ്റേറ്റിലുള്ള കുട്ടികളെടുത്ത് മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലുള്ള ഒരു കോമ്പറ്റീഷൻ എക്സാമാണ്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. രണ്ടാമത്തെ കാര്യം, എത്ര പേര് ഇത് എഴുതുന്നുണ്ടാവും? ഓൾമോസ്റ്റ് 14 lakhs കുട്ടികളാണ്, 14 ലക്ഷം കുട്ടികളാണ് ഈ ഒരു പരീക്ഷ എഴുതുക. സാർ, ഈ 14 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് അവസാനം ഈ IITയിലും NITയിലും കയറേണ്ടത്, അവിടെ 14 ലക്ഷം സീറ്റ്സ് ഉണ്ടാവുമോ? അഡ്മിഷൻ ഉണ്ടാവുമോ? ഇല്ല. അവിടെ ഉള്ള അഡ്മിഷൻ അഥവാ സീറ്റ്സിൻ്റെ എണ്ണം ഓൾമോസ്റ്റ് 50,000 ആണ്. IITസും NITസും പിന്നെ അതുപോലെ തന്നെ വേറൊരു അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIITs. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 50,000 സീറ്റ്സേ ഉള്ളൂ. 14 ലക്ഷം കുട്ടികൾ എഴുതുന്നു, 50,000 സീറ്റ്സേ ഉള്ളൂ. അതായത് ബേസിക്കലി നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് എന്താണ്? 3.6% ആണ്. ചാൻസ് എന്നല്ല നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്, സെലക്ഷൻ റേഷ്യോ. ഇത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. മൊത്തം 100 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ അതിൽ 3.6 എന്ന് പറഞ്ഞ കുട്ടിയൊന്നുമില്ല, പക്ഷെ ഒരു 3-4 കുട്ടികൾക്കേ കിട്ടുള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആണോ? ഒബ്വിയസ്ലി ഈസി അല്ല. 100 പേരിൽ നിന്ന് 3-4 പേര് എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഈസി ആയിരിക്കില്ല. ഭയങ്കര കോമ്പറ്റീഷനുള്ള സാധനമായിരിക്കും ആ 3 സീറ്റ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നല്ലോണം പഠിക്കേണ്ടി വരും. എന്തിനു വേണ്ടി പഠിക്കേണ്ടി വരും? ജെഇ എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടി വരും. അങ്ങനെയാണ് ഈ കോളേജിൽ കയറാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് സിമ്പിളാണ്. ഓക്കെ, ജെഇ എക്സാം എഴുതുന്നു, അത്യാവശ്യം നല്ല മാർക്കും അതുവഴി നല്ല റാങ്കും കിട്ടുന്നു. ഈ പറഞ്ഞ പോലെ 3.6% വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ IITയിലേക്ക് പോകാം അല്ലേ? അവിടെ അത്ര സിമ്പിൾ അല്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജെഇ തന്നെ 2 ടൈപ്പ് ജെഇ എക്സാം ഉണ്ട്. അതിൽ ഫസ്റ്റ് എക്സാമാണ് ജെഇ മെയിൻ. അതായത് നിങ്ങൾ +2 കഴിഞ്ഞിട്ട്, ആക്ച്വലി +2 കഴിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് +2ൽ പഠിക്കുമ്പോൾ തന്നെ ഒരു സെഷൻ എഴുതാൻ പറ്റും, പിന്നെ +2 കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റും. 2 അറ്റംപ്റ്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക്. അതിൽ ഫസ്റ്റ് നിങ്ങൾ +2 പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതേണ്ട, ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഈ കോളേജിൽ കയറുന്ന ആഗ്രഹം നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് ജെഇ മെയിൻ എന്ന് പറഞ്ഞ പരീക്ഷ. ഈ ജെഇ മെയിൻ എന്ന് പറഞ്ഞ പരീക്ഷ എഴുതി അതിൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു റാങ്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എവിടെ കയറാൻ പറ്റും? നിങ്ങൾക്ക് NITയിൽ ഡയറക്റ്റ് കയറാൻ പറ്റും. വേറെ പരീക്ഷ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിയാൽ. എത്ര റാങ്ക് ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോസിൽ പറയാം. പക്ഷേ സാർ, ഈ ജെഇ മെയിൻ എഴുതിയിട്ട് നല്ല റാങ്ക് കിട്ടി എനിക്ക് IIT കയറാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് IIT കയറണമെങ്കിൽ നിങ്ങൾ ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്യണം. റാങ്ക് അവിടെ വലിയ വിഷയമല്ല, നിങ്ങൾ ക്വാളിഫൈ ചെയ്യുക. ക്വാളിഫൈ ഒരു മിനിമം മാർക്കൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പരീക്ഷയും കൂടി എഴുതണം. അതിൻ്റെ പേരാണ് ജെഇ അഡ്വാൻസ്ഡ്. ഈ ജെഇ അഡ്വാൻസ്ഡിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് IITയിലേക്ക് അഡ്മിഷൻ കിട്ടും. IIT ഡൽഹി മാത്രമല്ല, എല്ലാ IITയിലേക്കും ജെഇ അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് വെച്ചിട്ടാണ്. അപ്പോൾ ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്യണം ഒരു മിനിമം മാർക്ക് വെച്ചിട്ട്. എന്നിട്ട് ജെഇ അഡ്വാൻസ് എഴുതണം. വേറെ തന്നെ ഒരു പരീക്ഷയാണ്, കുറച്ചുകൂടി ടഫായിട്ടുള്ള പരീക്ഷയാണ് ജെഇ മെയിനെ വെച്ച് നോക്കുമ്പോൾ. അതിന് നിങ്ങളുടെ മാർക്കിൻ്റെയും റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് IITസിലേക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ IITയിലേക്ക് കിട്ടാൻ വേണ്ടി 2 പരീക്ഷ നിങ്ങൾ എഴുതണം. രണ്ടാമത്തെ പരീക്ഷയുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് IITയിൽ അഡ്മിഷൻ കിട്ടുക. NITയിലാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പരീക്ഷ ജെഇ മെയിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കിട്ടുക. ഈ ഒരു കാര്യം മനസ്സിലായി? ഓക്കെ. ഞാൻ അടുത്ത നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം, സാർ ഇതൊക്കെ കൊള്ളാം,
പക്ഷെ എന്തിനാണ് ഈ IIT NIT പോകുന്നത്? കേട്ടിടത്തോളം എളുപ്പപരിപാടിയല്ല. സ്കൂളിലെ കാര്യങ്ങൾ വെച്ച് മാത്രം പോയാൽ പോരാ, പബ്ലിക് എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ, ഇതിനൊക്കെ വേണ്ടി പഠിക്കേണ്ടി വരും. കാരണം JEEക്കൊക്കെ വേറെ തന്നെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. സിലബസ് ഒക്കെ സെയിം ആണെങ്കിലും നിങ്ങൾ കഷ്ടപ്പെടണം കുറച്ചും കൂടി, കാരണം ഭയങ്കര കോമ്പറ്റീഷനുള്ള സാധനമാണ്. അപ്പം ഇതൊക്കെ ചെയ്യുന്നതിന് വേർത്താണ്. അതുകൊണ്ട് കാര്യമുണ്ടോ ഈ IIT NIT എന്തിനാണ് നമ്മൾ കയറേണ്ടത്? അവിടെ ഫസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം പറയാൻ എന്താണ്? പൈസയാണ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് ഡേറ്റ എടുത്ത് നോക്കിയാലും IITസിൻ്റെ, അതായത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് IITസിലെ ആവറേജ് പാക്കേജ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ ആവറേജ് പാക്കേജ് എന്ന് പറഞ്ഞാൽ? ഈ IITകളിൽ 4 വർഷം എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഈ കോഴ്സൊക്കെ പഠിക്കുന്നത്? ജോലി കിട്ടാൻ വേണ്ടി, അല്ലാണ്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ജോലി കിട്ടാൻ വേണ്ടി. അങ്ങനെ ജോലി കിട്ടുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചിട്ട് നമ്മൾ ഈ ടോപ്പ് IITs നോക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ്, കുറേ ആൾക്കാർക്ക് ഓരോരോ സാലറി ആയിരിക്കും കിട്ടുക, എല്ലാവർക്കും ഒരേ സാലറി ആയിരിക്കില്ല. പക്ഷേ അതിൻ്റെ ആവറേജ് എടുത്ത് നോക്കിയാൽ ഒരു വർഷത്തെ അവരുടെ സാലറി എന്താണ്? IIT ബോംബെയാണ് 23 lakhs per annum ആണ്. അതായത് മന്ത്ലി നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 2 lakhs പൈസ കിട്ടുന്ന പോലെ ഉണ്ടാവും. ഇപ്പോൾ 2 ലക്ഷം സാലറി ഇപ്പോഴത്തെ ഒരവസ്ഥ കിട്ടും. നിങ്ങളൊക്കെ അവിടെ കോളേജിൽ പാസ് ഔട്ട് ആകുമ്പോഴത്തേക്കും ഈ നമ്പർ എന്തായാലും 30-35 lakhsലേക്ക് പോകും. ഓക്കെ, IIT ഡൽഹി ആണെങ്കിൽ 17 lakhs ആണ്, IIT കാൺപൂർ 20, IIT മദ്രാസ് 22 lakhs. അതായത് ബേസിക്കലി 20-25 lakhsന്റെ പാക്കേജ് ആണ് വെറും 4 വർഷം കഴിഞ്ഞ് ജസ്റ്റ് പാസ് ഔട്ട് ആവുന്ന ആൾക്ക് കിട്ടുന്നത്. ഇതൊരു സ്റ്റാർട്ടിംഗ് സാലറി ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ജീവിതകാലം മൊത്തം ഇതല്ല കിട്ടുക, ഇത് സ്റ്റാർട്ടിംഗ് സാലറിയാണ്. നിങ്ങൾ പിന്നെ അവിടെ വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ വേറെ ലെവൽ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി വേറെ ലെവലിലെത്തും. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ജൂനിയറാണ്, എൻ്റെ സ്കൂളിൽ എൻ്റെ ബാൻഡിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ഫ്രണ്ട്സാണ്. മൂപ്പര് IIT ബോംബെയിലാണ് പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ്. എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ റാങ്ക് അന്ന് JEEൽ 51 എന്തോ കിട്ടിയത്, കറക്റ്റ് നമ്പർ ഓർമ്മയില്ല, 50 സംതിങ് റേഞ്ചിലാണ് കിട്ടിയത്. പുള്ളിക്കാരിപ്പോൾ US വർക്ക് ചെയ്യാണ്. സാലറി ഒക്കെ കേട്ടാൽ നിങ്ങൾ നെട്ടും. ഇതിൻ്റെ ഇൻറ്റു നിങ്ങളൊരു, ഈ നമ്പറിനെ ഇൻറ്റു നിങ്ങളൊരു 50 ചെയ്തു, അതാണ് വർഷത്തെ സാലറി. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല, എല്ലാവർക്കും ഇതേ സാലറി ആയിരിക്കില്ല കിട്ടുക. പക്ഷേ ഓവറോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് നന്നായിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും, ഈ റേഞ്ചിലായിരിക്കും കിട്ടുക. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് വേറെ ഏത് കോളേജിൽ വേറെ ഏത് കോഴ്സ് ചെയ്താലാണ് 3-4 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സാലറി കിട്ടുക. ഇന്ത്യയിൽ വേറെ അങ്ങനത്തെ കോഴ്സൊന്നുമില്ല. ഓക്കെ, റെഡി. NITയിലും സിമിലർ ആണ്, പക്ഷേ NITയിൽ കുറച്ചും കൂടി ആവറേജ് നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും ഉണ്ടാവുക. ടോപ്പ് NITസിന് എടുക്കുകയാണെങ്കിൽ 15, 13, 14, NIT കാലിക്കറ്റ് 14 റേഞ്ചിലാണുള്ളത്. പിന്നെ ഓബ്വിയസ്ലി ഇവിടെ നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യുന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. നിങ്ങൾ NIT കാലിക്കറ്റ് പോയി നിങ്ങൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ചെയ്താലും ബയോടെക്നോളജി ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്താലും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ചെയ്താലും ഓരോന്നിനും ഓരോ സാലറി ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഓൺ ആവറേജ് ഈ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ കഴിവും എല്ലാത്തിനും ഫാക്ടറാണ്, പക്ഷേ ആവറേജ് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് സർ പൈസ, ജോലി അതിനുവേണ്ടി മാത്രമാണോ മനസ്സിലാക്കേണ്ടത്? യെസ്, പൈസ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതിനൊക്കെ ഇത്രയും JEEക്ക് വേണ്ടി നിങ്ങൾ +1 +2 പഠിക്കണം. അതിനുശേഷം നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി വെറുതെ ഉഴപ്പിയാലും നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടണം, ഇന്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ രീതിയിൽ സ്കിൽ ബിൽഡിങ് ചെയ്യണം, ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കണം, ഒക്കെ നിങ്ങൾ കഷ്ടപ്പാടാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വേണ്ടേ? ഒബ്വിയസ്ലി വേണ്ടി വരും. അപ്പോൾ സാലറി ഒരു വലിയ ഫാക്ടറാണ്. സാലറി മാത്രമല്ല ഇവിടെ ഉണ്ടാവുക, നിങ്ങൾക്ക് അതിൻ്റെ ശേഷം കിട്ടാൻ പോകുന്ന ഗ്രോത്ത് ഒരു ഫാക്ടറായിരിക്കും. അതായത് ഈ ഒരു സാലറി റേഞ്ചിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ ആസ് എ NIT ഗ്രാജുവേറ്റ്, ഒരു IIT ഗ്രാജുവേറ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പിന്നീട് കിട്ടാനുള്ള ഗ്രോത്ത്, സാലറി ഗ്രോത്തും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഉണ്ടാവും. സാധാരണ ഒരു കോളേജിൽ നിന്ന് പഠിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കിട്ടിയെങ്കിലും മിക്ക കോളേജിലൊന്നും കിട്ടില്ല. പക്ഷെ കിട്ടിയാൽ പോലും പിന്നീട് എന്താണ് അയാൾക്ക് അഡ്വാൻസ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. ഈ IIT NIT നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ആൾക്ക് ആ ഒരു വാല്യൂ എപ്പോഴും കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും IITക്കാർ സക്സസ്ഫുൾ ആവുള്ളൂ, അല്ലാത്തവർ സക്സസ്ഫുൾ ആവില്ല എന്നല്ല പറയുന്നത്. എനിക്ക് ചാൻസുകൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി സാർ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്, വേറെ ഒരു കാര്യമില്ലേ? അതല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ഇന്ത്യയിലെ മിക്ക ബെസ്റ്റ് കമ്പനീസ് നിങ്ങൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഓല ഫൗണ്ടർ ഏതാ കോളേജ്? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും, ഓരോന്നിൻ്റെ കമൻറ്റ് ചെയ്യും. നോക്കട്ടെ, നമുക്ക് ഗെസ്സിങ് ഗെയിം തുടങ്ങാം. മിന്ത്ര ഫൗണ്ടർ കമൻറ്റ്, ഏത് കോളേജാണ് കമൻറ്റ്. നെക്സ്റ്റ് ഫ്ലിപ്കാർട്ട് 2 ഫൗണ്ടേഴ്സ് കമൻറ്റ്. ഇതുകൂടാതെ പലരും നിങ്ങൾക്ക് അറിയായിരിക്കും, സുന്ദർ പിച്ചായി മുതൽ പല ആൾക്കാർ. ഇവരൊക്കെ ഈ IITസും NITസും ഒക്കെ ഗ്രാജുവേറ്റ് ചെയ്തതാണ്. സാർ അപ്പോൾ അതിൻ്റെ അർത്ഥം IITന്ന് NITന്ന് ഗ്രാജുവേറ്റ് ചെയ്താലേ നമുക്ക് കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണോ? ഒരിക്കലല്ല, അല്ലാണ്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ IITസിനും NITസിനും ഒക്കെ നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ അവിടെ വർക്ക് ചെയ്യും. ഒന്ന്, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള കണക്ഷൻസ് ആയിരിക്കും ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ IIT ഡൽഹിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ IIT ഡൽഹിയിൽ തന്നെ പഠിച്ച വലിയ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഉണ്ടാവും. അവരായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ആയിരിക്കും ഉണ്ടാവും. കാരണം അവർ നിങ്ങളുടെ കോളേജ് പഠിച്ച ആൾക്കാർ, അവർ നിങ്ങളുടെ അലുമിനസ് ആണ്.
ഈസി ആയിട്ട് നിങ്ങൾക്ക് അവരോട് ആക്സസ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് സാർ ആക്സസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, അതിന് ഫണ്ടിങ് വേണമെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ആൾക്കാരായിരിക്കും വരും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിംഗ് ഭയങ്കരമായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരും എന്താണ് ഇതേപോലെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഓൺടർപ്രണർഷിപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് ഒരു അടിപൊളി സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാം. മാത്രമല്ല രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നാളെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ഐഡിയ ആയിട്ട് പോവാണ്, നിങ്ങൾ ഫണ്ടിങ്ങിന് പോവുകയാണെങ്കിൽ ഫണ്ടിങ് കൊടുക്കുന്ന ആൾക്ക് നിങ്ങളറിയില്ലല്ലോ, നിങ്ങളുടെ ബിസിനസ് ഐഡിയ മാത്രമല്ലേ അറിയുള്ളൂ, പക്ഷെ നിങ്ങളെങ്ങനെ അറിയാം? അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ക്രെഡിബിലിറ്റി വരാൻ പോകുന്നത്. നിങ്ങൾ പറയുകയാണ് നിങ്ങളൊരു IIT പഠിച്ച ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചാൻസസ് ഉണ്ടാവും അയാൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ IIT പഠിച്ചതിൻ്റെ ഇതും കൊണ്ട് മാത്രമല്ല, അയാൾ ആലോചിക്കുക വളരെ സിമ്പിളായിട്ട് ഇത്രയാണ്, ഈ മനുഷ്യന് ഇയാളുടെ ഐഡിയ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഇയാൾ കള്ളത്തരാണെന്ന് പറയുന്നത് അറിയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇയാൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? ഈ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഈ IIT ഡൽഹിയിലൊക്കെ എത്താൻ പറ്റുമോ? NIT കാലിക്കറ്റിൽ എത്താൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ +1 +2 നല്ലോണം കഷ്ടപ്പെടണം, അതിന് ശേഷവും നിങ്ങൾ നന്നായി കഷ്ടപ്പെടണം, എന്നാലും ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാവും ഇവന് എന്താണെന്ന് അറിയില്ല, ഫ്രോഡാണോ സത്യമാണോ എന്ന് അറിയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇവന് ഹാർഡ് വർക്ക് ചെയ്യും, ഇവനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള കഴിവ് ഇവനുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്രെഡിബിലിറ്റിയും വലിയ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വേറെ ഒരു കാര്യത്തിന് റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു IIT ടാഗ് നിങ്ങൾക്ക് വെറും ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞെടുക്കുക മാത്രമല്ല, അത് നിങ്ങൾക്ക് ആക്ച്വലി പ്രൊഫഷണൽ ലൈഫിൽ യൂസ്ഫുൾ ആവും കൂടി ചെയ്യും. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ JEE എന്ന് പറഞ്ഞ സാധനം എഴുതുന്നത്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ചോദ്യം, സാർ ഈ JEE വെറുതെ എഴുതിയാൽ പോരല്ലോ, അതിനുവേണ്ടി കുറേ കഷ്ടപ്പെട്ട് പഠിക്കണ്ടേ, അതിൽ നല്ല റാങ്ക് കിട്ടണ്ടേ, അതിൽ എത്രയോ ഒരു റാങ്ക് കിട്ടിയാലല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അത് വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഓരോരോ ഒരു സീരീസ് ആയിട്ട് വേണം ഇത് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയാം, കമൻറ്റ് ബോക്സിൽ തന്നെ പറയാം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ JEE +1 +2 പഠിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ നേരെ +1 തന്നെ പഠിക്കാം. +2ലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പണിയാവും, കാരണം +1 +2 സിലബസാണ് JEE എക്സാമിന് ചോദിക്കുക, അല്ലാണ്ട് +2 മാത്രമല്ല. അപ്പോൾ പഠിക്കണമെങ്കിൽ എക്സാമിനറിൻ്റെ JEE ബാച്ച് ഉണ്ട്, അടിപൊളിയായിട്ട് നമ്മളത് പഠിപ്പിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസ് ഒക്കെ വെച്ചിട്ട്, ലൈവ് ക്ലാസ് മാത്രമല്ല നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസും എല്ലാം കിട്ടുന്നതായിരിക്കും. പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ +1 +2 ബാച്ച് ഉണ്ട്, താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആണെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ളതാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.